ഇന്ന് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അടുത്ത പുസ്തകമായ ലൂക്കോസിലേക്ക് ഇന്ന് രാത്രി നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. We're not going to go back into Mark, but we're going to enter into the Gospel of Luke and then meditate from there. ശ്രദ്ധിച്ചേ, മർക്കോസിലും മത്തിയായിലും മാത്രം പറയുന്ന അത്ഭുതങ്ങളുണ്ട്. അപ്പോൾ തന്നെ ലൂക്കോസിലും മാത്രം കാണുന്ന 6 അത്ഭുതങ്ങളുണ്ട്. And there are miracles of the Lord Jesus Christ that are specially mentioned in Matthew, also mentioned in Mark separately, but today in Luke we can understand that there are over 6 miracles that are specially mentioned. 6 അത്ഭുതങ്ങൾ ലൂക്കോസിൽ മാത്രം രേഖപ്പെടുത്തി. There are 6 miracles of the Lord Jesus Christ that are mentioned in Luke. ഒന്നാമത്തെ അത്ഭുതം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ ആണത് കിടക്കുന്നത്. The first miracle that we see is from Luke chapter number 5 verse 1 to 11. നമുക്കറിയാവുന്ന ഭാഗമാണ് ഗെനസറേത്ത് തടാകത്തിന്റെ നടുവിൽ പത്രോസിന്റെ പടകിനെ നിറയ്ക്കുന്ന അത്ഭുതം. And we know that we see the boats that were filled at the lake of Gennesaret. രണ്ടാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് 7-ാം അധ്യായത്തിന്റെ 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ്. And the second miracle is from Luke chapter number 7 and verse 11 onwards. അവിടെ നയീനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന അത്ഭുതമാണ്. Oh, it is talking about the widow of Nain whose son was raised from dead. രണ്ട് അത്ഭുതങ്ങൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ അത്ഭുതം The third miracle 13-ാം അധ്യായത്തിന്റെ 10 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളിലാണ്. chapter number 13 verse 10 onwards. അവിടെ 18 സംവത്സരമായി കൂനിയായിരിക്കുന്ന ഒരു സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കുന്നു. And the Lord there is healing a woman with an infirmity for over 18 years. നാലാമത്തെ അത്ഭുതം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ. And the fourth miracle is on Luke chapter number 14 verse 1 onwards when we read. അവിടെ മഹോദരമുള്ള ഒരു മനുഷ്യനെ ദൈവം സൗഖ്യമാക്കുന്നുണ്ട്. മഹോദരം എന്ന് പറഞ്ഞാൽ ഡ്രോപ്സി എന്ന അവിടെ. It talks about a man who had dropsy was healed. ഞാൻ ആദ്യം വിചാരിച്ചത് അക്ഷരപേശകാണെന്ന്. And initially I thought it is just a spelling error. കാരണം മഹോപദ്രവം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. We have heard about the tribulation. മഹോദരം എന്ന് നമ്മൾ ആദ്യമായിട്ടാണ് But കേൾക്കുന്നത്. we have not heard of dropsy. പക്ഷെ ശരിക്കും മഹോദരം എന്നുള്ള ഒരു പദമാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. In Malayalam when you translate into this അതിന്റെ ഇംഗ്ലീഷിൽ ഡ്രോപ്സി എന്നാ കൊടുത്തിരിക്കുന്നത്. in English it's called dropsy. അതിന്റെ മെഡിക്കൽ ഭാഷയിൽ പറഞ്ഞ എഡിമ എന്ന വാക്കാണ്. എഡിമ. And in the medical terms it's called the edema. എഡിമ എന്ന് പറഞ്ഞാൽ എന്താ? നീർക്കെട്ട് അല്ലയോ? ഡോക്ടർ ഉണ്ടല്ലോ, ഗ്ലോറി. We have doctors here. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നീരുള്ളിടം നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ അവിടെ ഞെങ്ങിപ്പോവും. അപ്പൊ അങ്ങനെ ശരീരം മുഴുവൻ വീർത്ത് ഇൻഫ്ലമേഷൻ ആയി നിൽക്കുന്ന ഒരു മനുഷ്യൻ. A person who had inflammation all over his body. ഞാൻ ഈ അത്ഭുതങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും ഉള്ളവരെയും കർത്താവ് വിടുവിക്കുന്നുണ്ട്. And when I was learning about the miracles of the Lord Jesus Christ throughout the Bible, we see Jesus healing everyone. കുരുടനെ മാത്രമല്ല, it is not just the blind. ത്വക്ക് സംബന്ധമായ രോഗം ദൈവം സൗഖ്യമാക്കുന്നു. Even skin diseases were healed. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഒരു ദൈവവൈദ്യനായി ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ വിടുതലുകളും കർത്താവ് നൽകുന്നുണ്ട്. And for a child of God today, every kind of diseases that you can encounter, Jesus healed. അപ്പോൾ ഈ ദിവസങ്ങളിൽ ആ വിടുതലുകളെ പ്രാപിക്കാൻ നമ്മൾ തയ്യാറാകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. Therefore these days we must be ready and learning and meditating on God's word to receive this. 14-ാം അധ്യായത്തിൽ ആ ഒരു വിടുതലാണ് നമ്മൾ കാണുന്നത്. In Luke chapter number 14 we see that miracle. അഞ്ചാമത്തെ സൗഖ്യം അല്ലെ വിടുതൽ എന്ന് പറയുന്നത് 17-ാം അധ്യായത്തിന്റെ 11 മുതൽ 19 വരെയാണ്. And the next miracle that we see is from Luke chapter number 17 verse 11 onwards. അവിടെ 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കി. And the Lord Jesus Christ is healing the 10 lepers. ഒടുവിലായി നമ്മൾ 22-ാം അധ്യായത്തിലാണ് 6-ാമത്തെ അത്ഭുതം നമ്മൾ കാണുന്നത്. We see the 6th miracle in Luke chapter number 22. അത് ഗെഥസമനയിൽ മഹാപുരോഹിതന്റെ കാതറുത്തുവിട്ട ആ കാതെടുത്ത് പിടിപ്പിക്കുന്ന ആ സൗഖ്യം, ആ അത്ഭുതമാണ് നമ്മൾ. And in Gethsemane when the disciple of the Lord Jesus Christ chopped off the ears of the soldier, he heals him there. അപ്പോൾ അങ്ങനെ 6 അത്ഭുതങ്ങളാണ് ലൂക്കോസിൽ മാത്രം നമ്മൾ കാണുന്നത്. And these are the 6 miracles that are mentioned only in Luke. വേറെ ഒരു പുസ്തകത്തിലും അത്ഭുതങ്ങളെ കാണാൻ പറ്റില്ല. These miracles are not mentioned again in any other gospel. ഏതൊക്കെയായിരുന്നു? What were they? ഒന്നെന്തോ ആയിരുന്നു? What was the first one? പത്രോസിന്റെ പടകിനെ നിറയ്ക്കുന്ന അത്ഭുതം. Oh, filling the boats of Peter. 2 നയനിലെ വിധവയുടെ മകനെ
ജീവിപ്പിക്കുന്ന അത്ഭുതം. raising the dead son of the widow of Nain. മൂന്നാമത് 18 സംവത്സരമായി കൂനിയായിരുന്ന സ്ത്രീയെ വിടുവിക്കുന്നത്. 18 years the woman was in infirmity, she was healed. നാലാമത് ഡ്രോപ്സി എന്ന അസുഖമുള്ള എഡിമ എന്ന അസുഖമുള്ള മനുഷ്യനെ വിടുവിക്കുന്നത്. Number 4, it was a man with dropsy or with medical issue of edema was healed. അഞ്ചാമത് കുഷ്ഠരോഗികളായ 10 പേരെ സൗഖ്യമാക്കുന്നത്. 10 lepers were healed. ഏഴാമത് മഹാപുരോഹിതന്റെ മകന്റെ കാത് സൗഖ്യമാക്കും. And the ears of the soldier was healed. ഈ 6 അത്ഭുതങ്ങളിലൂടെയും ദൈവം അനുവദിച്ച് നമുക്ക് വേഗം കടന്നു പോകാം. ഇന്ന് നടക്കത്തില്ല എങ്കിലും ഒന്നൊന്നായി നമുക്ക് ചിന്തിക്കാൻ ശ്രമിക്കാം. We will try to go through each of these miracles as the days come by. It's not possible all of it today. ഇത്രയും വരെ ആയല്ലോ. എന്താ മിറക്കിൾ എന്ന വാക്കിന്റെ അർത്ഥം? What is the meaning of the word miracle that we learned? അത്ഭുതം എന്ന വാക്കിന്റെ ഡെഫിനിഷൻ എന്താ? What is the definition of miracle? സൂപ്പർനാച്ചുറൽ ആക്ട് ഓഫ് ഗോഡ്, അമാനുഷികമായ ദൈവിക ഇടപെടൽ. The supernatural act of God is called the miracle. പ്രകൃതി നിയമത്തിന്റെ മേലുള്ള ഇടപെടൽ. One that comes and interferes with the natural laws. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? How many of you are happy tonight? അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഭാഗത്തിലേക്ക് വരിക. ഇന്ന് We come into the first portion. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. Luke chapter number 5 verse 1 to 11. ആ 11 വാക്യങ്ങളും വായിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമെടുക്കുന്നില്ല. We are not going to take time to read all the 11 ഇവിടുത്തെ verses. പശ്ചാത്തലം ഞാനെന്ന് പറയാം. But let me tell you the context. യേശു ഗെനസറേത്ത് തടാകത്തിൽ നിൽക്കുമ്പോൾ ദൈവവചനം കേൾക്കേണ്ടതിന് പുരുഷാരം വളരെ ആഗ്രഹത്തോടെ നിൽക്കുന്നു. And the multitude was pressing against Jesus to hear the word of God at the lake of Gennesaret. എന്തിനാ തിരക്ക് പിടിക്കുന്നേ? What is the reason that they were pressing on? ദൈവവചനം കേൾക്കാൻ. Because to hear the word of God. അങ്ങനെ ഒരു തിരക്കുണ്ടോ നമുക്ക്? Do we have that eagerness? അങ്ങനെ ഒരു ദാഹം ഉണ്ടോ നമുക്ക്? Do we have that thirst? ദൈവവചനത്തോട് ഒരു കൊതിയുള്ള എത്ര പേരുണ്ട്? How many of you have yearning for God's word? കരമൊന്ന് ഉയർത്തി Can I see your hands? തുടർന്നുള്ള എല്ലാ അത്ഭുതങ്ങളും ആ ഒരൊറ്റ റീസണിന്റെ ബേസിൽ നടക്കുന്ന കാര്യം. And all the other miracles that you see is on the basis of what we see here. അവിടെ ആ തിരക്ക് പിടിക്കുന്ന ജനത്തെ അഭിസംബോധന ചെയ്യാൻ യേശു ശീമോന്റെ പടകിൽ കയറുന്നു. And Jesus is hopping into the boat of Peter to address to the multitude. ആ പടകിൽ സംസാരിച്ചതിന് ശേഷം യേശു ശീമോനോട് പറയുന്നു, ആഴത്തിലേക്ക് നീക്കി വലയിറക്ക. And after preaching to the multitude, then he's telling to Peter, go put your boats into the deep. അങ്ങനെ നമുക്കറിയാം, പത്രോസ് പറയുന്നുണ്ട്, രാത്രി മുഴുവൻ ഞങ്ങൾ ശ്രമിച്ചു പക്ഷെ നടന്നില്ല, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം. അങ്ങനെ നീക്കുന്നു, ഇറക്കുന്നു, വല വീശുന്നു, മീൻ കിട്ടുന്നു. And they see the miracle of catching a multitude of fish as they enter into the deep sea. അങ്ങനെ ഒരു അത്ഭുതമാണ് നമ്മൾ അവിടെ കാണുന്നത്. And that is a miracle that we see there. മറ്റു വാക്കിൽ പറഞ്ഞ ശൂന്യതയിൽ നിന്നൊരു നിറവിലേക്ക് ദൈവം എത്തിച്ചു. And we see a miracle where Lord Jesus takes the disciples of the Lord Jesus from emptiness to something of fulfillment. ശൂന്യതയിൽ നിന്ന് നിറവിലേക്ക്. From emptiness to fulfillment. എല്ലാവരും ഒന്ന് പറഞ്ഞേ. Can we say? അത് പറഞ്ഞേ. ശൂന്യതയിൽ നിന്ന് from emptiness നിറവിലേക്ക്. to fullness. അത് സംഭവിക്കണം. That should happen. ശൂന്യമായി കിടക്കുന്നിടത്തേക്ക് നിറവ് വ്യാപരിക്കണം. Oh, in all the empty parts of your life, let the fullness of God come. ഈ ഉപവാസത്തിൽ അത് നിറയുമെന്ന് വിശ്വസിക്കുന്ന I believe that in these fasting and days God will do it. ദൈവത്തിന് അത് ചെയ്യാൻ പറ്റുമെന്ന്. God can do it for us. അപ്പോൾ നമ്മുടെ ചിന്ത ഇന്ന് രാത്രിയിൽ our thought this evening 8-ാം വാക്യത്തിലാണ്. is in verse number 8. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ ആകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. And when Simon Peter saw it, he fell at the knees of Jesus and said, depart from me, for I am a sinful man, O God. അവിടെ ആ വിട്ടുപോകണമേ എന്ന് പത്രോസിന്റെ വാക്കുകളെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ എടുക്കരുത്. Oh, we must not take the words of Peter literally when he said depart from me. ശരിക്കും ഓടിപ്പോണം എന്നുള്ള അർത്ഥത്തിലല്ല പത്രോസ് അവിടെ പറയുന്നത്. He didn't really literally mean that പത്രോസ് depart from me. നിന്റെ സാന്നിധ്യത്തിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ലെന്ന്. Oh, Peter is just saying that in the presence of yours I'm not worthy to stand. എന്നോട് അടുത്തു വരല്ലെന്ന ഒരു പരിഭാഷ. Oh, it's also meaning that don't come near to me. അപ്പോൾ ഞാൻ ഈ വാക്യം ഇങ്ങനെ അല്പം ശ്രദ്ധിച്ചപ്പോൾ, Oh, when I was meditating on this particular verse, അവിടെ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. when Simon Peter saw it, he fell at the feet of Jesus. ഇവിടെ പത്രോസിന് പാപബോധം ഉണ്ടാകുക. Oh, Peter never realized the feet of Jesus. പാപബോധം ഉണ്ടാകുക. Peter never realized his sins. ആമേൻ. അവനൊരു പാപിയാണെന്ന് തിരിച്ചറിവുണ്ടാകുക. Oh, he realized that he was a sinner. ഒരു അത്ഭുതം കണ്ടാൽ
പാപിയാണെന്ന് തിരിച്ചറിയാൻ പറ്റൂ? Or when you see a miracle, will you have the discernment that you yourself are a sinner? ഉണ്ടോ നിങ്ങൾ കൂടെ? Will it happen to you? കടം മാറിയാൽ പാപബോധം ഉണ്ടാവൂ? Or if your debts are removed, will you feel sinful? അങ്ങനെയാണ് യേശുവിന്റെ കൂടെ എത്ര ശിഷ്യന്മാർ കണ്ടേനെ? How many disciples would have been with Jesus? 10 കുഷ്ഠരോഗികൾ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. We see about the 10 lepers. അവരുടെ ജീവിതത്തിലെ മാറ്റം സംഭവിച്ചപ്പോൾ അവർക്ക് ശരിക്കും എന്തോ ഉണ്ടാണമായിരുന്നു? Oh, when the great miracle happened in their life should have been changed. ഒരുത്തൻ മാത്രമേ തിരിച്ചു വന്നുള്ളൂ, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. Out of the 10 lepers, only one leper came back to Jesus. അപ്പൊ എല്ലാ അത്ഭുതങ്ങളുടെയും പുറകിൽ പാപബോധം ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. In all the miracles, it's not necessary that a person comes back to repentance. ക്രൂശിൽ കിടക്കുന്ന യേശുവിന്റെ മുമ്പിൽ ഒറ്റയാളെ ഉള്ളായിരുന്നു, യോഹന്നാൻ മാത്രം. Oh, only John the disciple was in front of the Lord Jesus Christ while he was on the cross. 10,000 അപ്പം കഴിച്ചവരാ. Oh, there were tens and thousands of people who ate the bread. കണ്ണു തുറന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. Oh, there are many that he healed from blindness. 18 വർഷമായി കൂനിയായ സ്ത്രീ അവളെന്തിയെ? Oh, where was the woman who had the infirmity for 18 അപ്പൊ years? ഇവരുടെ എല്ലാം ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നെങ്കിലും പാപബോധം ഉണ്ടായതായി നമ്മൾ കാണുന്നില്ല. In all the lives of these people, miracles happened, but they never turned to repentance. എന്നാൽ റിപ്പന്റൻസ് ഉണ്ടാകാം. Oh, but repentance may come. ദൈവിക പദ്ധതിക്കകത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് സംഭവിക്കും. Oh, it may happen if it is in the plan of God. പക്ഷേ പത്രോസിലേക്ക് നിങ്ങൾ നോക്കി. But look at the life of Peter. പത്രോസ് എന്ത് കണ്ടിട്ടാ പാപിയാണെന്ന് തിരിച്ചറിഞ്ഞു? What is the reason that Peter had that repentance? ആ തിരിച്ചറിവിന്റെ കാരണം എന്താ? What is the reason that he had such a discernment? അതാണ് നമ്മുടെ ചിന്താ വിഷയം. That is our thought for അതാണ് tonight. യഥാർത്ഥ അത്ഭുതം. That is the real miracle. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പത്രോസിന്റെ പടകിൽ മീൻ നിറഞ്ഞതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതമെന്ന്? Do you think that the Peter's boat was filled with fish, that was the greatest miracle? അതായിരുന്നു അത്ഭുതമെങ്കിൽ പത്രോസ് ഒരിക്കലും യേശുവിന്റെ പുറകെ ഇറങ്ങത്തില്ലായിരുന്നു. If that was the miracle, then Peter will never set his foot behind Jesus. അവിടെ നടന്ന ഏറ്റവും വലിയ അത്ഭുതം അവനിൽ പാപബോധം ഉണ്ടായെന്നുള്ളതാണ്. The great miracle that happened in the life of Peter was that he felt repentance. ഇന്നും ഏറ്റവും വലിയ അത്ഭുതം ഒരുവൻ യേശുവിനെ കാണുക എന്നുള്ളതാണ്. Oh, tonight the greatest miracle that we see is to meet Jesus. ഇന്നും ഏറ്റവും വലിയ അത്ഭുതം ഒരുവനിൽ അനുതാപം ഉണ്ടാകുക The എന്നുള്ളത്. greatest miracle that we see in the life of a person is that he getting repentant and coming to God. അത് നമ്മൾ യേശുവിന്റെ മിനിസ്ട്രിയിൽ പലയിടത്തും നമ്മൾ Oh, കാണുന്നുണ്ട്. we see that in the ministry of Lord Jesus Christ many times. ഇവിടുത്തെ അത്ഭുതം എന്ന് പറയുന്നത് അവനിൽ പാപബോധമുണ്ടായി എന്നുള്ളത്. And here the miracle was that he felt that he was a sinner. അപ്പൊ ഇവിടുത്തെ തിരിച്ചറിവിന്റെ കാരണം ഇന്ന് രാത്രി നമ്മൾ What ചിന്തിക്കണം. is the reason of that consciousness of sin? ഒരു പ്രസംഗം കേട്ടതുകൊണ്ട് അവന്റെ ഉള്ളിൽ പാപബോധം ഉണ്ടായി? Oh, just because he heard a message, did he have the feeling of sin? അതോ യേശു അവന്റെ പടകിൽ കയറിയത് കൊണ്ടാണ് അവന് Or is പാപബോധം it ഉണ്ടായത്? because Jesus got into his boat that he felt repented? ഞാൻ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തന്ന ഒരു ചിന്തയാണ് ഇന്ന് രാത്രി നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. Tonight I want to share a thought what the Lord spoke to me while I was in അവിടെ നമ്മൾ prayer. വായിക്കുന്നത് ഒരു പദമുണ്ട്, അവൻ അത് കണ്ടതിന് ശേഷം, ആമേൻ സ്തോത്രം. ആ 8ാം വാക്യം നോക്കി, ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. And the Bible says in verse number 8, when Simon Peter saw it, he fell at the feet ചിലത് of Jesus. കണ്ടതിന് ശേഷമാണ് പത്രോസിന് പാപബോധം ഉണ്ടാകുന്നത്. Oh, Peter had the consciousness of sin when he saw something. എന്തുവാ കണ്ടേ? What did he see? ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അതിന്റെ ഡെപ്ത് നിങ്ങൾക്ക് Listen and be മനസ്സിലാകും. in prayer and listen to me. പത്രോസ് കണ്ടത് വല നിറഞ്ഞത് കൊണ്ടല്ല. Peter did not see this because he had his fishes full. കാരണം ഇതിനു മുമ്പും പത്രോസിന്റെ വല നിറഞ്ഞിട്ടുണ്ട്. Even before that his nets were full. ആദ്യമായിട്ടാണോ പത്രോസ് വല Is it പിടിക്കാൻ the പോകുന്നത്? first time that Peter is going out ഇതിനു fishing? മുമ്പും ശൂന്യമായിട്ട് വന്നിട്ടുണ്ട്. Even before this time Peter's nets were empty. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. But here the verse says that when Simon Peter saw it, he fell at the feet of എന്താ Jesus. പത്രോസ് കണ്ടത്? What did he see? ഈ കുഞ്ഞുങ്ങൾ ഇതുവഴി ഓടിക്കളിച്ചോട്ടെ, നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ നോക്കി വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കരുത്. Oh, you don't sit and laugh and don't get distracted at little children playing. അവര് കുഞ്ഞുങ്ങൾ അവരത് വഴി കടന്നോളൂ. They are small children, let them do it. നിങ്ങൾ അവരെ പോലെ ആവരുത്. You don't be like them. ഒരാമേൻ പറഞ്ഞില്ല. Amen. സ്തോത്രം. അതൊരു അനുഗ്രഹമാണ് നമ്മുടെ സഭയിൽ കൂടെ കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്നത്. It's a blessing when little kids run around the church. അങ്ങോട്ട് നോക്കണ്ട, നിങ്ങൾ വചനം ശ്രദ്ധിച്ചാൽ മതി. You just have to listen to God's word. അപ്പൊ പത്രോസ് കണ്ടു. Oh, Peter saw. എല്ലാവരും പറഞ്ഞ പത്രോസ് കണ്ടു. Everybody say Peter saw. പറഞ്ഞില്ല. എന്തുവാ കണ്ടേ? What did he see? അവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. Listen to the 7ാം word വാക്യം. there. Verse number 7. 7ാം വാക്യത്തിൽ എന്താ കൊടുത്തിരിക്കുന്നേ?
അവൻ മറ്റേ പടകിലുള്ള കൂട്ടാളികളെ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. So they signaled to their partners in the other boat to come and help them, and they came and filled both the boats, so they began to sink. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? Do you understand what I said? പത്രോസിന്റെ പടക് മാത്രമല്ല, It is not just the Peter's boat. രണ്ട് പടകും മുങ്ങുമാറ് നിറഞ്ഞത് പത്രോസ് കണ്ടു. Oh, and he saw that both the boats which came to help him began to sink. നിങ്ങൾ ഇച്ചിരി പ്രാർത്ഥിച്ച് അവിടെ നിൽക്കണം കേട്ടോ. Oh, you be in prayer and listen to this. പടകിൽ മീൻ നിറയുന്നത് ആദ്യമായിട്ടാണോ പത്രോസ് കാണുന്നത്? Is Peter seeing for the first time he having his boat filled? ഒരിക്കലും അല്ല. Not at all. ഇതിനു മുമ്പും ഒന്നും കിട്ടാതെ പത്രോസ് തിരിച്ചു വന്നിട്ടുണ്ട്. Oh, Peter many times in his early life has also gone back empty. ആമേൻ. സ്തോത്രം. രണ്ട് മുമ്പ് ദിവസവും പത്രോസ് നിറഞ്ഞ വള്ളവുമായിട്ടാണ് വന്നത്. Oh, even before the 2 days he had his boats full. അപ്പൊ അന്നത്തെ ഒരു നിറവിന്റെ വിഷയമല്ല ഇവിടെ. It is not the matter that his boat was full. അതല്ല പത്രോസിനെ ചലിപ്പിച്ച കാര്യം. That is not something that moved the life of Peter. പക്ഷേ ഈ അത്ഭുതത്തിൽ കുറ്റബോധം താങ്ങാനുള്ള കാരണം എന്നറിയാമോ? What is the reason that in this miracle he felt sinful? എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ ഇന്ന് രാത്രി? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? 2 ദിവസം മുമ്പ് നിറഞ്ഞ പടകുമായിട്ട് ആര് വന്നതാ? പത്രോസ് വന്നതാ. Even 2 days before his boats were full. തലേ ദിവസവും നല്ല അനുഗ്രഹമായിരുന്നു. Even the last day when he was fishing, the boats were full. അതുകൊണ്ടാണല്ലോ പിന്നെ വല ഇറക്കിയത്. And that is the reason that even today he has come for fishing. പക്ഷേ ഇന്നലെ രാത്രിയിലത്തെ പടകിലെ മാത്രമേ ഒളു ശൂന്യത ഉണ്ടായത്. But only in the yesterday night his fishing had emptiness. അപ്പൊ ഇവിടെ പത്രോസിനെ പിടിച്ചു കുലുക്കിയത് എന്നറിയാമോ? What is that shook Peter? യേശു ആ വിഷയത്തെ കൈകാര്യം ചെയ്ത രീതിയാണ്. It is the way Jesus dealt with his situation. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? Do you understand this? യേശു ആ വിഷയത്തെ എങ്ങനെയാണോ കൈകാര്യം ചെയ്തത്, The way Jesus handled his situation, ആ ഒരു യേശുവിന്റെ മനോഭാവത്തിലാണ് പത്രോസ് പിടിക്കപ്പെട്ടത്. and that the character of the Lord Jesus Christ, the way that he dealt with Peter is one that shook എന്ന് പറഞ്ഞാൽ Peter. രണ്ട് പടകിനെയും ഒരുപോലെ നിറച്ച ദൈവപ്രവൃത്തി. And the work of God that filled both the boats at the same time. ശൂന്യമായ രണ്ടിനെയും ദൈവം നിറച്ചു. Oh, 2 empty boats were filled at the same time. ഒന്നുകൂടെ ഞാനത് പറയാം. Let me explain again. യേശു വരുമ്പം പടകിൽ കരയ്ക്ക് അടുത്ത് കിടക്കുന്ന ശൂന്യമായ 2 പടക്. And there were 2 boats at the shore of Gennesaret. നീക്കിയത് ഒരു പടക്. And he moved 1 boat into the deep. ശ്രദ്ധിച്ച് കേട്ടെ. Listen to this. ശൂന്യമായി കിടക്കുന്നത് 2 പടക്. There are 2 boats that were empty. നീക്കിയത് ഒരു പടക്. Jesus asked to move 1 boat. പക്ഷെ നിറഞ്ഞത് 2 പടകും. But the one that the filled boats were 2. ഞാൻ പറഞ്ഞ പിടി കിട്ടുന്നുണ്ടോ? Do you understand this? രണ്ടും ശൂന്യമായിട്ടാ കിടന്നേ. There were 2 boats that were empty. യേശുവിന്റെ കൽപ്പന പ്രകാരം നീക്കിയത് ഒരു ബോട്ടാ. And according to the word of Jesus, only 1 പക്ഷെ boat was റിസൾട്ട് moved വന്നപ്പോൾ into the 2 പടകും deep. നിറഞ്ഞു. But when the result came, 2 boats were full. രാമൻ പറഞ്ഞു തരാം. Amen. ഇതിനകത്ത് എന്താ സംഭവിച്ചത്? What did happen in this situation? ഇതാ യേശു ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിന്റെ പ്രത്യേകത. That is a specialty when Lord Jesus handles something. ശ്രദ്ധിച്ച് ഒടുവിൽ സാക്ഷ്യം പറഞ്ഞപ്പോൾ 2 പടകുകാർ സാക്ഷ്യം പറഞ്ഞു. Oh, when the testimony time came, both the people in the boat started to അസൂയയിലെ testify. രാമൻ പറ. If you are not jealous, say amen. നമുക്കാണെ നമ്മുടെ പടക് നിറഞ്ഞാൽ മതിയെന്ന്. Our attitude is that only our boat should be filled. രണ്ടുപേരും വർത്താനം പറഞ്ഞായിരിക്കുമല്ലോ കഴുകിക്കൊണ്ടിരിക്കുന്നത്. Oh, they might be washing their nets, talking to each അപ്പോൾ അവർ other. രണ്ടുപേരും പറഞ്ഞു, എന്റെ ചാക്കോച്ച സൂത്രം ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ. And both the owners of the boats were saying that yesterday night was very bad, we did not catch anything. അങ്ങനെ ശീമോൻ പത്രോസിനോട് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ യേശു പടകിൽ വന്ന് കയറി. And when Simon Peter, they were talking about their complaints to Simon Peter, is where Jesus came to his boat. യേശുവിന്റെ ഉപദേശമൊക്കെ കേട്ടപ്പോൾ ആരുടെ പടകിലാ യേശു ഇരിക്കുന്നേ? And on whose boat Jesus was sitting and talking to people? ശീമോന്റെ പടകിൽ ഇരിക്കുക. He was sitting in the boat of Simon. അറിയാതെ ശീമോൻ അങ്ങ് പൊങ്ങിക്കാണും. And without knowing anything, Simon Peter might be പത്രോസിന്റെ boasting. സ്വഭാവം എങ്ങനെയാണെന്നറിയോ? ഈ പത്രോസ് എന്ന് പറയുന്ന സാധനം ഇച്ചിരി പിരിയുള്ളവനാ. And Simon Peter is someone who's quick to react. യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന കാര്യം യേശു പറയുമ്പോ When Jesus told that Simon Peter is going to betray 22-ാം him, അധ്യായത്തിലുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. John chapter number 22 says എടുക്കണ്ട. about it. അവിടെ യൂദായെ കുറിച്ച് പറയുന്ന ഉടനെ പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. And when Jesus was talking about Judas, Simon Peter said, അവൻ എന്തോ സംഭവിക്കുമെന്ന്. what will happen to him?
അപ്പൊ കർത്താവിന്റെ മറുപടി എന്നാ? What was the reply of Jesus? ഞാൻ വരുന്നത് വരെ അവൻ ഇരിക്കണമെന്നാണ് നിനക്കെന്നെ. And Jesus said that even until I come, if he still lives, what is your problem? ഇതാണ് പത്രോസിന്റെ സ്വഭാവം എന്ന് And പറയുന്നത്. this is the character of Peter. ശ്രദ്ധിച്ചു കേട്ടെ. Listen to this. വെളിപ്പാടൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ After receiving the revelation, യേശു പറഞ്ഞു, Jesus ഞാൻ said, പിടിക്കപ്പെടും, I will be caught, ഞാൻ തകർക്കപ്പെടും. I will be destroyed. ഉടനെ സഹോദരങ്ങളുടെ എല്ലാവരുടെ ഇടയ്ക്കൊന്ന് മാറ്റി വിളിച്ചോണ്ട് പറഞ്ഞു, ഓ നിനക്ക് അങ്ങനൊന്നും പറ്റില്ല കേട്ടോ. And Simon Peter pulled Jesus to the side and said, nothing like this. കാരണം ആർക്ക് കിട്ടാത്ത വെളിപ്പാട് ആർക്ക് കിട്ടി? Oh, who received the revelation? പത്രോസിന് കിട്ടിയല്ലോ. Peter received the അപ്പൊ അവൻ revelation. ഇതിനെ മിടുക്കനാകാൻ നോക്കിയതാ. And he tried to be just smart. യേശു ഒറ്റ ശാസന വെച്ചു. And Jesus rebuked him. അപ്പൊ ഇവന്റെ ക്യാരക്ടറിനകത്ത് അവന്റെ പേരിൽ തന്നെ ആടി ഒലയുന്നവൻ ശീമോൻ എന്ന് പറഞ്ഞു. And Simon himself, as the first meaning that we see, is someone who ഈ shakes. ഗെനസറേത്ത് തടാകത്തിൽ ശിഷ്യന്മാരെല്ലാം ശൂന്യമായ പടകുകാരെല്ലാം നിൽക്കുമ്പോ ആരുടെ പടകില? യേശു കയറി നിൽക്കുന്ന ശീമോന്റെ പടകില. At the lake of Gennesaret, when all the other boats were empty, it was Simon Peter's boat that Jesus got into. ശീമോനോടാണ് പറയുന്നത് നീക്കാൻ. And Jesus says to Simon Peter, push your boat into the deep. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. Listen to this. പോയി ചെന്ന് നീക്കിക്കൊണ്ടിരിക്കുമ്പം വല വീശി അവന്റെ വലയ്ക്കകത്ത് മീൻ കേറിയപ്പോ, Oh, when Peter threw his nets and his nets were full. അവൻ പറഞ്ഞോളൂ, ഈ വെള്ളിയാഴ്ച എഴുന്നേറ്റ് സാക്ഷ്യം പറയണം. And Peter might have said, this Friday I must stand and testify. നിങ്ങൾ ആ ഭാഗം ശരിക്കും വായിക്കണം. If you read that very carefully, വലയ്ക്കകത്ത് കുടുങ്ങിയെന്നുള്ളത് സത്യമാണ്. it is true that all the fishes were പക്ഷെ in the net, വള്ളത്തെ കേറിയില്ല. but it did not get into the boat. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് വായിച്ചോ. If you have doubt, you can read this. അങ്ങനെ അവർ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറുമാറായി. And when they had done this, they caught a great number of fish, and their net was breaking. വലിച്ചു കയറ്റാൻ പറ്റുന്നില്ല. They were not able to pull the fish into the boat. അപ്പൊ അടുത്ത കൂട്ടരെ കൂടെ നിർബന്ധമായി വിളിക്കേണ്ട വന്നു. And therefore they were pushed to call the other friends from the other boats. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അവൻ വിചാരിച്ച അവന്റെ കാര്യത്തിൽ തീരുമാനമായെന്ന്. Oh, Peter thought that his matters are solved. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി രണ്ടുപേരെ നിറയ്ക്കുക എന്നുള്ളതായിരുന്നു. Oh, but the work of Jesus is that he wanted to fill other boats as well. ഇന്ന് രാത്രി സന്തോഷമുള്ള കർത്താവിനെ സ്തുതിച്ച്. Happy tonight. Amen. പത്രോസിനോടാണ് വല വീശാൻ പറഞ്ഞത് അല്ലേ? Oh, it was Peter to whom Jesus said, go put nets in the നാലാം deep. വാക്യം, സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. When he had stopped speaking, he said to Simon, launch into the deep and let your nets for a catch. നമ്മൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചു വേണം വായിക്കാൻ. Oh, when you read the Bible, you must carefully understand what is written. രണ്ട് പടക് അവിടെ കിടക്കുന്നെങ്കിലും കേറിയിരുന്ന ശീമോന്റെ പടകിനോടാണ് യേശു പറയുന്നത് നീക്കാൻ. Two boats that were there, Jesus got into the Peter's boat and said to him to go into the deep. പത്രോസിന്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചേ. Listen to the reply of അഞ്ചാം വാക്യം, അതിന് ശീമോൻ, Simon answered, നാഥാ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും Master, we have toiled all night ഒന്നും കിട്ടിയില്ല. and caught nothing. ആരായി ഞങ്ങള്? Who are we? ആ രണ്ട് പടകും. The two boats. അടുത്ത വാക്ക്, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വല ഇറക്കാമെന്നല്ല. ഉണ്ടെന്നില്ല നിങ്ങൾ. It says, nevertheless, at your കാര്യമൊക്കെ word, ശരിയാ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കഷ്ടപ്പെടുക. പക്ഷെ എന്തായാലും നീ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ പോകുന്നില്ല, ഞാൻ എന്റെ വള്ളം ഇറക്കാം. Oh, first he said that we have toiled all night, and then he says, at your word, അപ്പൊ നിങ്ങൾ വിചാരിക്കും പത്രോസ് കുറ്റക്കാരനാണല്ല. പത്രോസ് കുറ്റക്കാരനല്ല. കാരണം പറഞ്ഞത് ആരോടാ? Oh, Peter was not at fault because Jesus പത്രോസിനോടാ told പറഞ്ഞത്. only to പത്രോസിന് Peter. ന്യായമുണ്ട് പറയാൻ. Peter had the justification. പത്രോസ് അത് മുതലാക്കി. Peter took advantage of it. അങ്ങനെ നമ്മള്. That is how we are. സ്തോത്രം. Amen. നിങ്ങൾക്കൊരു സന്തോഷവും ഇല്ലല്ലോ ഇത് കേൾക്കുമ്പോൾ. Not happy tonight. വല്ലതും പിടികിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞു Do വരുന്നത്? you understand what I'm saying? ഈ നമുക്ക് എനിക്കെന്നുള്ള പരിപാടി അങ്ങ് അവസാനിപ്പിക്കണം ഇന്നോടെ. Oh, we should, leave all the matters like I and me. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയെന്ന്. Job, when he prayed for his friend, his situation was bettered. അപ്പൊ കൂടുതൽ ആരാധിക്കുന്നതിനെ കുറിച്ച് വഹിച്ചൊന്ന് പ്രാർത്ഥിക്കണം. Therefore, person who is sitting next to you and praying, pray for them. കൂടെ കരയുന്നവനെ കുറിച്ച് താങ്ങി ഒന്ന് സ്തോത്രം Oh, ചെയ്യണം. the one who is crying beside you, pray for them. യോശുവ പറഞ്ഞല്ലോ, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ. Like Joshua said, I and my family will serve the Lord. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ ഇവിടെ. Listen to this. ഞാൻ എന്റെ മെസ്സേജിലോട്ട് വരിക. I'm coming to my message. ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, പക്ഷേ വലയിറക്കിയത് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. And he said, Master, we have toiled all night, and then says, nevertheless, at your word, I will let down the അപ്പൊ net. ഒരു പടക് അവിടെ സ്റ്റക്കായി നിൽക്കുക. Oh, there is one boat that is still stuck. അടുത്ത പടക് പത്രോസിന്റെ പടകും കൂടെ ഉള്ളവരും അവരെ അടുത്ത വാക്യത്തിൽ അവർ
പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ മീൻകൂട്ടം കിട്ടുന്ന നമ്മൾ വായിക്കുന്നത്. And we read that when Peter obeyed the words of Jesus, he caught a great അവർ catch. അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. And their nets were so full that it was going to break. അതാരാ ഈ അവരെന്ന് പറയുന്നത് മനസ്സിലായോ? Do you understand who these പത്രോസിന്റെ were? വള്ളവും തന്റെ കൂടെ ഉള്ളവര്. It was Peter and his friends. പത്രോസിനോട് ആഴത്തിലേക്ക് നീ വലയിറക്കാൻ പറഞ്ഞത്. And when Jesus said to Peter, go and put your nets into the deep. ഇവിടം വരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് I hope you understand. അപ്പൊ യേശു പറഞ്ഞതുപോലെ വലയിട്ടു, പെരുത്ത മീൻകൂട്ടം. And according to the way that Jesus said, they did, and Peter caught a ഇനി great നിങ്ങൾ ആ catch. പത്രോസിന്റെ ബോട്ടേന്ന് കരയുടെ അവിടോട്ട് നിൽക്കുന്ന ബോട്ടിലേക്ക് നോക്കി. And now you focus your attention from the deep to the shore. അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. Imagine the situation of the boat at the shore. കൂടുണ്ടോ നിങ്ങൾ ഇന്ന് രാത്രി? Are you with me? അവരും അധ്വാനിച്ച് ഒന്നും കിട്ടാതെ കിടക്കുക. Even the boat that was at the shore, they also toiled all night and did not get anything. ആ പടകം കരയ്ക്കടുത്ത് ശൂന്യമായി കിടക്കുക. And that boat also was empty at the shore. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. അവരെങ്ങനെ സന്തോഷിക്കും? How will they be happy? അവരെങ്ങനെ ആനന്ദിക്കും? How will they rejoice? ഓ ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം ചിന്തിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ കർത്താവിന്റെ ഹൃദയത്തിന്റെ വിശാലത എന്തുവാന്ന് എനിക്ക് Oh, മനസ്സിലായി. when I meditated on this scripture, I understood the vastness and greatness of the heart of God. ശൂന്യമായി കിടക്കുന്ന നിന്റെ പടകിൽ, Oh, the empty boat that you have. ആ പടകിൽ ഇരുന്നു കൊണ്ട് ആഴത്തിൽ കിടക്കുന്ന പത്രോസിന്റെ ബോട്ടിലേക്ക് നോക്കുന്ന ഒരു കൂട്ടർ ജനം. Oh, there was a group of people who were sitting on the empty boat at the shore, looking towards Peter's boat, which was getting full. രാത്രി മുഴുവൻ ഒരുമിച്ച് അധ്വാനിച്ചു. Oh, they toiled together all night. രാത്രി മുഴുവൻ ഒരുമിച്ച് അധ്വാനിച്ചു. Oh, they worked together in the night. സങ്കടത്തോടെ രണ്ടുപേരും ഒരുമിച്ച് രാവിലെ കരക്കെടുത്തത്. Both were in despair and came to the shore. രണ്ടുപേരും ഒരുമിച്ച് സങ്കടപ്പെട്ട വല Oh, കഴുകിക്കൊണ്ടിരുന്നത്. they were washing their nets together in the പക്ഷേ morning. ഒരുവനിൽ മാത്രം ഇപ്പൊ തന്റെ വെളിപ്പാട് വിടുതൽ വെളിപ്പെട്ടു വരുന്നു. Now the miracle was happening to just one boat. അവരാഗ്രഹിച്ചു കാണും, Oh, they might have thought at the shore. ഞങ്ങളുടെ പടകിലൂടെ ഒന്ന് Oh, നിറഞ്ഞിരുന്നെങ്കിൽ, if our boats were also full. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ They വന്നിരുന്നെങ്കിൽ, might have thought that if our lives also ആ had കുടുംബത്തിൽ miracle. നടന്നതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഒരു വിടുതൽ Oh, നടന്നിരുന്നെങ്കിൽ, if the miracle like it happened to that family, if it happens ആ to me. പടക് നിറഞ്ഞതുപോലെ ഞങ്ങളുടെ വീട്ടിലും ഒരു നിറവുണ്ടായിരുന്നെങ്കിൽ, Oh, like that boat was full, if my boat was അങ്ങനെ full. ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അകലേന്ന് കയ്യാട്ടി ഒരു വിളി വരികയാണ്. Oh, while they were just thinking, there was a waving of hands that Peter was signaling those ഇന്ന് boats to രാത്രി come. നിന്റെ കരച്ചിൽ കാണുന്ന ഒരു ദൈവമുണ്ട്. There is a God who's listening to your നിന്റെ prayers. നൊമ്പരം അറിയുന്ന ഒരു ദൈവമുണ്ട്. There is a God who's taking your നിന്റെ heartbeat. വേദന അറിയുന്ന ഒരു ദൈവമുണ്ട്. There is a God who's seeing your pain. നീയും ആ വചനത്തിന്റെ ശക്തി അനുഭവിച്ചുകൊണ്ടിരുന്നവനാണെങ്കിൽ, If you are someone who has experienced the power of God, എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ട് കർത്താവേ എന്റെ പടകൊന്ന് നിറയണമെന്ന്. how many times that I desired, Lord, my boat should be full. എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ട് അവര് സാക്ഷ്യം പറഞ്ഞതുപോലെ എനിക്കും ഒന്ന് How സാക്ഷ്യം many പറയണം. times I desired that like those people testified, I അങ്ങനെ must വല also കഴുകി testify. നീറിയിരിക്കുമ്പോൾ ദൂരെന്ന് പത്രോസിന്റെ കയ്യാട്ടിയുള്ള വിളി. Oh, with pain they were washing റാൽമാന their nets. These were the ഹദഗഡഗദല subjects റഗൽഖനാദി sitting in the ഗഡഗസ്യ. boat. ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി ചില അടയാളങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാ. God is going നിന്റെ to show പടകിനെ signs and wonders of your life. നിന്റെ പടകിനെ യേശു കാണാതെ പോയിട്ടില്ല. Oh, he will not overlook at your boats. നിന്റെ പടകിനെ യേശു മറന്നിട്ടില്ല. God has not forgotten your boats. നിന്റെ പടകിലേക്കുള്ളതിനെയും അതിനകത്ത് കർത്താവ് കുരുക്കിയിട്ടുണ്ട്. Oh, what God has intended to even fill your boats, he has pushed it into the nets of പ്രാർത്ഥിക്കുന്ന Peter. രാത്രി ചില നിറവുകൾ സംഭവിക്കാൻ പ്രാർത്ഥിക്കാം. Let miracle യേശുവിന്റെ happen in your നാമത്തിൽ നിന്റെ കരച്ചിലിന്റെ മുൻപിൽ മറികടക്കാത്തൊരു ദൈവമുണ്ട്. There is a God who will not overlook your tears. ഇന്ന് രാത്രി ചിലരെ അടയാളങ്ങൾ സഹിതം ദൈവം വിളിച്ചു വേർതിരിക്കട്ടെ. Oh, let miracles and signs happen of the wonders of Jesus over your life. ഒരു നിമിഷമേലും ആ കരക്കിരിക്കുന്ന പടകുകാർ ചിന്തിച്ചു കാണും, For a moment also the people who were sitting in the ആ empty boat in the പത്രോസിന്റെ lake of പടകിനോടല്ലേ Gennesaret. എന്റെ പടകൻ ചേർന്ന് കിടന്നേ. Oh, yesterday night Peter's boat and my boat were sitting together. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ അധ്വാനിച്ചത് ഇന്നലെ രാത്രി? Yesterday night we both toiled together. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ ശൂന്യതയോടെ മടങ്ങി വന്നത്? Yesterday night we both experienced the same emptiness. പക്ഷെ പത്രോസിന് മാത്രം ഒരു വകഭേദമോ? Oh, but Peter only and his boat only has the fullness today. ഇന്ന് രാത്രി പ്രതീക്ഷിക്കാത്ത ചില
ആമേൻ, അടയാളങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. Today God is going to show unusual signs and miracles over you. അവര് നോക്കി നിൽക്കുമ്പം ശീമോൻ പത്രോസ് കൈയാട്ടി വിളിക്കുന്നു, ഓടി വാ. While they were still staying at the നിന്റെ lake, അനുഗ്രഹവും Peter ഇവിടെ was signaling കിടപ്പുണ്ട്. them. Peter was saying that your blessing also is here. ഇത് വല്ലതും അവരറിയുന്നുണ്ടോ? Oh, did the people at the shore know all this? ഇന്ന് ശൂന്യമാണെന്ന് വിധി എഴുതിയതാ പുള്ളി. Oh, they were all declaring themselves ഇന്നും that they're വീട്ടിൽ empty. പട്ടിണിയാന്ന് വിധി എഴുതിയതാ. They all have declared that they are ഈ broken. മുക്കവന്മാരുടെ സ്വഭാവം അല്ലെ അവരുടെ ജീവിത രീതി എങ്ങനെന്നറിയാവോ? Oh, if you look at the life of fishermen, അവര് രാത്രി അധ്വാനിച്ചത് നേരം വെളുത്ത് കൊണ്ടുവന്നിട്ട് വേണം വീട്ടിൽ കറി വെക്കാൻ. oh, they will toil all night and then they will come in the അത് morning to രാവിലെ have some ചന്തയിൽ food. കൊണ്ടുവന്ന് വിറ്റിട്ട് വേണം പിള്ളേരുടെ ഫീസ് അടയ്ക്കാൻ. Oh, they have to sell everything into the market and then have some money for the അത് children. കൊണ്ടുവന്നിട്ട് വേണം വീട്ടിൽ എന്തെങ്കിലും വെച്ച് കഴിക്കാൻ. After bringing all those things in the house, then only they will have food at അപ്പുറത്ത് home. വല നിറഞ്ഞപ്പോ But when their ഇപ്പുറത്ത് അവര് തീരുമാനിച്ചു, they decided, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ പട്ടിണിയാ. oh, today our life is going to be empty, we'll be hungry. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോ ദാണ്ട While- നടുക്കടലിൽ നിന്ന് ഒരു വിളി വരുന്നു. Oh, while they were sitting and thinking like അങ്ങനെ that, വിധി there was a എഴുതിയിരിക്കുമ്പോ call ദാണ്ട from the- ആഴത്തിൽ നിന്ന് ശീമോൻ പത്രോസിന്റെ കൈയാട്ടിയുള്ള വിളി. from the deep, Peter was signaling them ഈ to രാത്രി come. ചില വിധികളെ ദൈവം മാറ്റി എഴുതാൻ പോകുകയാ. God is going to change some circumstances ആമേൻ. over ഈ your രാത്രി life. ചില മുൻവിധികളെ ദൈവം മാറ്റി എഴുതാൻ God is പോകുകയാ. going to change some situations over ഈ your രാത്രി life. ആത്മാവിൽ പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. If you can pray in the spirit, റീഖാ pray ബാറ today. ഖാഠ റഖ ധന ജന ധന. നിന്റെ പടക് ശൂന്യമായി തുടരാൻ ദൈവം അനുവദിക്കത്തില്ല. God will not allow your boats to be empty നിന്റെ പടക് anymore. ഒന്നും ഇല്ലാതാകാൻ ദൈവം God അനുവദിക്കത്തില്ല. will not allow your boats to be empty anymore. മറ്റവനെ നിറച്ചവൻ നിന്നെ നിറയ്ക്കാൻ ശക്തനാണ്. Fill the boat of Peter is also able to fill your boat. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. Everybody pray. ചില മിനിറ്റുകൾ പ്രാർത്ഥിക്കുക. Pray for a few minutes. ഊടാരഗജഗടഗൻ. എല്ലാവരും ചേർന്ന് കർത്താവിനെ പ്രാർത്ഥിച്ചാട്ടെ, Pray. പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില മിനിറ്റുകൾ കർത്താവിനോട് പറ, കർത്താവേ ഹല്ലേലൂയ, അസൂയയില്ലാതെ സ്തോത്രം പറ. Oh, without jealousy, say praise to God. പറഞ്ഞേ, എന്റെ പടകും ദൈവം നിറയ്ക്കുമെന്ന് പറ. Oh, say my boat also is going to be full. ആ പടകിലാണോ യേശു കയറിയിരുന്നേ? Oh, did Jesus get into that boat? ആ പടകിലാണോ യേശു നിന്ന് സംസാരിച്ച്? Is it the same boat that Jesus stood and preached to അല്ല. the people? No. പക്ഷേ കൃപ ലഭിച്ചവന്റെ കൂടെ നടന്നാൽ അതിനും ഒരു അനുഗ്രഹമുണ്ട്. But if you walk with someone who has grace, you also will have അഭിഷേകമുള്ളവന്റെ കൂടെ നടന്നാൽ അതിനകത്തും ഒരു grace. If അനുഗ്രഹമുണ്ട്. you walk with someone who is anointed, you will share that anointing. ഹല്ലേലൂയ. Hallelujah. എല്ലാം അവസാനിച്ചത് വിധി എഴുതിയിരിക്കുമ്പോ Oh, while he declared that everything was over, അവരെ കയ്യാട്ടി വിളിക്കുകയാണ്. oh, he sees Peter signaling them to ഏഴാം come. വാക്യം എന്ന പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. Oh, and it says in verse number 7, and they signaled to the partners in the other boat to come and help them. പത്രോസ് ചിന്തിച്ചത് ഒറ്റയ്ക്ക് അനുഭവിക്കാമെന്നാ. Oh, Peter thought that he will enjoy all this fish himself. പത്രോസ് ചിന്തിച്ചത് ഞങ്ങളുടെ വല നിറഞ്ഞെന്നാ. Oh, Peter thought that his nets are full. പക്ഷെ പത്രോസെ, നീ കാണാത്ത ഒരു വെളിപ്പാടുള്ളവരാ നിന്നെ പറഞ്ഞയച്ചത്. Oh, the one who has sent you into the deep is having a നീ greater vision to fill നീ everything. ചിന്തിക്കാത്ത നിലകളിൽ ചിന്തിക്കുന്നവനാ നിന്നോട് പറഞ്ഞത് പല നീക്കാൻ. The one who has told you to go into the deep things beyond what you can think. ഈ അത്ഭുതങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. Look at this miracle. യേശുവിന് വേണ്ടി നീക്കിയത് എന്റെ പടക്. According to the word of Jesus, I moved my boat. Peter ശ്രദ്ധിച്ചോണം, said. നമ്മുടെ ടോപ്പിക്ക് മറക്കരുത്. Listen to our topic. പത്രോസിനകത്ത് പാപബോധം ഉണ്ടായുള്ള കാരണമാണ് ഞാൻ ഈ The പറയുന്നത്. reason why Peter felt that he was a sinner. പത്രോസ് നോക്കിയപ്പോ യേശു ആമേൻ പടക് നീക്കാൻ പറഞ്ഞത് എന്നോട്. Oh, when Peter saw Jesus has told him to go into the എന്റെ deep, പടകിലാ യേശു കയറി ഇരുന്നത്. and in my boat is where Jesus is sitting. വീശാൻ പറഞ്ഞത് എന്നോടാ. He has told me to, put his net in the പക്ഷേ deep. ഒടുവിൽ വിടുതൽ വന്നപ്പോ രണ്ടു കൂട്ടർക്കും. But when the miracle came, it was shared to both the boats. ഇന്ന് രാത്രി ഒരു ആമേൻ പറഞ്ഞേ. Tonight say amen. പത്രോസേ, Peter, ഞാൻ കയറിയതും I climbed into the boat. ഇരുന്നതും I sat in your boat. സംസാരിച്ചതും I spoke in your boat. നിന്റെ It പടകിലാണെങ്കിലും. was in your boat. ശ്രദ്ധിച്ച് കേട്ടോണേ. Listen to this. നമുക്ക് പുകഴാനൊന്നുമില്ല കേട്ടോ, We don't have anything to boast. അഹങ്കരിക്കാൻ ഒന്നുമില്ല We കേട്ടോ. don't have anything to boast. നിന്റെ പടകിലാ ഞാൻ I കയറിയിരുന്നതെങ്കിലും, sat in your boat, Peter. നിന്നോടാ ഞാൻ നീക്കി വല വീശാൻ I പറഞ്ഞതെങ്കിലും, am the one who told you to put
nets into the deep. ഇന്ന് രാത്രി നിന്നോട് നീ അറിയാത്ത ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ട്. Oh, but what you do not know, I have it in my mind. വല വീശാൻ പറഞ്ഞത് നിന്നോടാണെങ്കിലും If I have told you to put into the deep, നിന്റെ പടകിലിരുന്ന് പറഞ്ഞ വചനം കേട്ടവരാണ് ഇവരും. oh, the other people on the boat are also the ones who listen to my word. മാത്രമല്ല Not only that, രണ്ടാം വാക്യം, number 2 verse, രണ്ടു പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. and the verse number 2 says, and saw 2 boats standing by the lake. രണ്ടു പടകും യേശു കണ്ടു. Jesus saw both the boats. കയറുന്നത് നിന്റെ പടകിലാണെങ്കിലും Even though he climbed the പറഞ്ഞത് നിന്നോടാണെങ്കിലും he has spoken to you. ശൂന്യമായി കിടക്കുന്ന രണ്ടു പടകും എന്റെ യേശു But he കണ്ടതാണ്. saw 2 empty boats at the shore. ആ പടക് രണ്ടും കർത്താവ് തീരുമാനിച്ചാ നിറയ്ക്കണമെന്ന്. And Jesus has already decided that I'm going നിന്നെ to fill ആര് കണ്ടില്ലെങ്കിലും, whoever has not seen you, നിന്നെ ആര് whoever ശ്രദ്ധിക്കുന്നില്ലെങ്കിലും, has not looked to you, നിന്നെ ആര് മാനിക്കുന്നില്ലെങ്കിലും, even though nobody has honored നിന്നെ you, ആര് സഹായിക്കാനില്ലെങ്കിലും, nobody is helping you, നിന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്. there is an eye that is looking. നിന്റെ തലമുറ ആരും രക്ഷിക്കാനില്ലെന്ന് There തോന്നിയാലും, is nobody to save your നിന്റെ generation. കുഞ്ഞിന്റെ വിഷയത്തിൽ ആരും ഇടപെടാനില്ലെന്ന് There is തോന്നിയാലും, no one to help your children. നിന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്. There is an eye from heaven that is looking at you. ഗെനസരേത്ത് തടാകത്തിൽ പുരുഷാരം തിക്കിത്തിരക്കിയപ്പോ, Oh, while at the Gennesaret shore there were multitudes, they were യേശു thronging. കണ്ടത് ശീമോന്റെ പടക് മാത്രമല്ല. Jesus not only saw the boat of Peter. യേശു ഏതെങ്കിലും ഒരു വിഷയം കണ്ടിട്ടുണ്ടെങ്കിൽ If Jesus sees something, ആ വിഷയം കൈകാര്യം ചെയ്യാതെ യേശു മാറിയിട്ടില്ല. oh, he has not moved away without solving their troubles. നിങ്ങൾ ശ്രദ്ധിച്ചേ, Listen to this. രണ്ടു പടകും നിറച്ചു. Both the boats were full. രണ്ടു പടകും കർത്താവ് കണ്ടു. Both the boats he saw. ഇന്ന് രാത്രി വിളിച്ചു പറ, എന്നോട് ഒരു ദേവദാസനും ദൂത് പറഞ്ഞില്ലെങ്കിലും, Even though nobody prophesies to me, എന്നോട് ഒരു പ്രവചനവും ആരും പറഞ്ഞില്ലെങ്കിലും, if nobody speaks a word to me, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുൻപ്, even before I was formed in the womb of my mother, ഉലക സ്ഥാപനത്തിന് മുൻപ് even before the foundations of എന്നെ the earth, പേര് ചൊല്ലി വിളിച്ച ഒരുവനുണ്ട്. there's a one who has called me by my name. ആരൊക്കെ എന്നെ മറന്നാലും Whoever forgets me, എന്നെ മറക്കാത്ത ഒരു നല്ല ദൈവമുണ്ട്. there is a God who will not forget me. ആ ധൈര്യം ഇന്ന് രാത്രി അകത്ത് Oh, വ്യാപരിക്കട്ടെ. that confidence should be in your heart. ആ ധൈര്യം ഇന്ന് രാത്രി അകത്ത് വ്യാപരിക്കട്ടെ. That confidence should be in your heart. ഈ രാത്രി 2 മിനിറ്റുകൾ പ്രാർത്ഥിച്ച് പറ, കർത്താവേ, എന്റെ പടകിനെ ദൈവം നിറയ്ക്കുന്നതിനായി സ്തോത്രം Oh, എന്ന് can പറ. you close your eyes and say to the Lord, fill my boat as well. ഞാൻ ഈ ഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഒത്തിരി ചിന്തകൾ എന്റെ മനസ്സിൽ കൂടെ There were many thoughts that came into my heart. നിങ്ങൾ ഈ പത്രോസിനോട് ചോദിച്ചേ, If you ask Peter, എന്താ പത്രോസേ നിന്റെ ഉള്ളിലുണ്ടായ മാറ്റം? what is the change, Peter, that you had in your heart? എന്നോട് പറയും, He will say, പാസ്റ്ററേ, Pastor, എന്റെ ചിന്തയല്ല കർത്താവിന്റെ ചിന്ത. oh, the way I think is not the way Jesus thinks. വലയ്ക്കകത്ത് മീൻ കയറിയപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ രക്ഷപ്പെട്ടെന്നാ. Oh, when the fishes were in my net, I thought I am saved. പക്ഷെ എനിക്ക് മനസ്സിലായി, But I understood, എനിക്ക് തന്നെ ഇത് വലിച്ചു കയറ്റാൻ ഒക്കത്തില്ല. I alone cannot carry all this fish. എത്ര പേരുടെ രാത്രി ആമേൻ പറയാൻ? How many of you can say amen to this? നിങ്ങൾ യേശുവിനോട് ചോദിച്ചേ, If you ask Jesus, കർത്താവേ, Jesus, തലേ രാത്രി മുഴുവൻ ഇവർ അധ്വാനിച്ചില്ലേ? yesterday night they all toiled. എന്താ ഇവരുടെ ലൈഫിൽ ശൂന്യത വന്നേ? What is the reason that they faced emptiness? നമുക്ക് പറയാം, കർത്താവ് പറഞ്ഞില്ലെങ്കിലും നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. Even if Jesus does not say, we read and we understand. യേശുവിന് കയറിയിരിക്കാനും യേശുവിനെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യിക്കാനും ഒക്കെയാണ് നമുക്ക് പറയാം. And we all can make our assumptions that it was in the morning for Jesus to come and be in the boat and speak to the people. എന്റെ ചോദ്യം, My question, ഇപ്പം മീൻ കിട്ടിയെടുത്ത് പത്രോസ് നേരത്തെ വീശിയില്ലായിരുന്നു? oh, yesterday night where he put his nets, is it the same place that he is putting his net today? വീശി. Yes, കാരണം പത്രോസിന് നല്ല അറിവാ. because Peter himself knew where to fish. കടൽക്കരയില ജനിച്ചു വളർന്നത്. Because he is a fisherman, he was born there. ഇന്നലെ രാത്രി വീശിയപ്പം മീൻ കാണാനില്ലായിരുന്നു. Yesterday night when he was fishing at the same spot, there was no fish. പക്ഷേ യേശു പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ മീൻ വന്നു. But the moment Jesus said, put your nets into the deep, fishes came there. ഞാൻ അപ്പം ചിന്തിച്ചിരുന്നറിയാം, Oh, what did I thought കുറെ this way. നാള് ഞാൻ ചിന്തിച്ചിരുന്നത്, For a long while I thought, യേശു പറഞ്ഞല്ലോ നീ വല വീശാൻ പറഞ്ഞല്ലോ. when Jesus said that go cast your nets into അപ്പൊ the sea. പത്രോസ് പറയുന്നുണ്ട്, നിന്റെ വാക്കിന് ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കി. And now Peter is saying that at your word I will go put my net.
ഇത്ര നാൾ ഞാൻ ചിന്തിച്ചിരുന്നത് ആ വാക്കിന് കർത്താവിന്റെ വാക്കിന് പത്രോസ് വല ഇറക്കിയപ്പോൾ മീൻ വന്നെന്ന. And all this while I just kept thinking that it was at Peter's obedience of following what Jesus said. പക്ഷേ ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞതെന്നറിയാം. And tonight when I prayed, the Holy Spirit spoke to me this way. ഞാൻ അവനോട് വീശാൻ പറയുന്നതിന് മുൻപ് അവിടെ വല വീശി നിർത്തി മീൻ വന്നു. And even before I said to Peter, go cast your nets into the deep, even എപ്പോഴാണെന്നറിയാവോ? You know when? സൃഷ്ടാവിന്റെ കാല് ശീമോന്റെ പടകിൽ കാലെടുത്ത് വെച്ചപ്പോൾ, oh, the moment Jesus put his feet into the empty വെള്ളത്തിൽ കിടക്കുന്ന വള്ളത്തിൽ സൃഷ്ടാവിന്റെ കാലെടുത്ത് വെച്ചപ്പോൾ, oh, the creator when he stepped into the വെള്ളത്തിനകത്ത് ഒരു ചലനമുണ്ടായി കാണാം. there was a movement inside the waters. വെള്ളത്തിൽ കിടക്കുന്ന മീനിന് മനസ്സിലായി ഞങ്ങളെ സൃഷ്ടിച്ചവൻ കാലെടുത്ത് വെച്ചിട്ടുണ്ട്. oh, the creation fishes knew that the feet of the creator ഇനിയും മറഞ്ഞിരിക്കാൻ ഒക്കത്തില്ല. we cannot hide anymore. ഇന്ന് രാത്രി ആ സ്പർശനം എത്ര പേര് രാത്രി കൊതിക്കുന്നുണ്ട്? how many of you want to experience the touch of the Lord Jesus Christ? ശീമോനെ, നിന്നോട് പറയുന്നതിന് മുൻപ് even Simon, before I tell you, എന്റെ കാല് വെള്ളത്തിൽ സ്പർശിച്ച സെക്കൻഡിൽ the moment my feet touched the water, മറഞ്ഞു കിടന്ന ചിലത് ഇളകി വരാൻ തുടങ്ങി. that was hidden now came back. മറഞ്ഞ നന്മകൾ ഒഴുകി വരാൻ തുടങ്ങി. hidden blessings just came up. ഈ രാത്രി പ്രാർത്ഥിക്ക. നിന്റെ ഭവനത്തിൽ യേശു കാലുകുത്തുന്ന രാത്രിയായി ഇന്ന് രാത്രി. Let this be a night where Jesus, നിന്റെ ആരോഗ്യത്തിന് മേൽ യേശു കൈവെക്കുന്ന രാത്രിയായി ഇന്ന് രാത്രി. where Jesus will come into your health. Oh Jesus. Hallelujah. Ralmana shakatala rakatele relebe shikatala rababa. ഇന്ന് രാത്രി ചിലതൊക്കെ അഴിഞ്ഞിറങ്ങി വരട്ടെ. oh, let all bondages, മറഞ്ഞു കിടക്കുന്ന നന്മകൾ ഒഴുകി വരട്ടെ. every hidden blessing, let it come to light today. ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലാകുന്നുണ്ടോ? I hope you understand. ഇത്രയും നാൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, all the while I thought, വാക്കിന് വല ഇറക്കാമെന്ന് പറഞ്ഞപ്പോഴാ മീൻ അവിടെ വന്നേന്നാ. oh, the fishes came because of the obedience of Peter. പക്ഷെ എനിക്ക് ഇന്ന് രാത്രി ഒരു വെളിപ്പാട് മനസ്സിലായി. but tonight God gave me a revelation. എന്റെ കർത്താവിന്റെ കാല് ശീമോന്റെ പടകിനകത്ത് കാല് കുത്തിയപ്പോ തന്നെ, the moment the feet of Jesus was put on the waters in the boat. പ്രാർത്ഥിക്കുക. Pray. ഇന്ന് രാത്രി നീ വെറുതെ മടങ്ങി പോകത്തില്ല. You will not go away empty handed tonight. വെള്ളത്തിനകത്തൊരു ചലനമുണ്ടായി. oh, there was a movement in the waters when Jesus' feet touched it. സമുദ്രത്തെ ഉണ്ടാക്കിയവനായി പടകിനകത്ത് കയറിയേക്കുന്നു. oh, the one who created the sea has entered. ഉണ്ടാകട്ടെ എന്നുള്ള വാക്കുകൊണ്ട് സൃഷ്ടിച്ചവനാ അകത്ത് കയറിയേക്കുന്നത്. the one who said let there be is the one who's climbed into the boat. ആമേൻ. മറഞ്ഞു കിടന്ന സാധനങ്ങൾ, ആമേൻ, മീനുകളൊക്കെ മനസ്സിലായി എന്റെ ഉടമസ്ഥൻ കയറിയിട്ടുണ്ട്. all the fishes knew that their own creator has stepped into the boat. ഞാൻ ഇങ്ങനെ പറയാം, let me tell you this way. പ്രകൃതിക്ക് മനസ്സിലായി, nature knew, കടലിന് മനസ്സിലായി, the oceans knew, കടലിനകത്ത് കിടക്കുന്ന മീനിന് മനസ്സിലായി, fishes in the ocean ഇത് knew. പത്രോസ് അല്ല ഇപ്രാവശ്യം വള്ളത്തെ കയറിയേക്കുന്നത്. oh, it is not Peter who has stepped into the boat. ശീമോൻ അല്ല ഇപ്രാവശ്യം വള്ളം നീക്കിയേക്കുന്നത്. Simon who is moving the boat. ശീമോന്റെ വള്ളമാ ഇന്നലത്തെ അതേ വള്ളം തന്നെയാ. it is the same boat that Peter was yesterday. ഇന്നലത്തെ അതേ വ്യക്തി തന്നെയാ. it is the same Peter. പക്ഷെ ഇന്ന് അതിനകത്ത് ഈ വള്ളം വഹിക്കുന്നവനൊരു വ്യത്യാസമുണ്ട്. oh, but there is someone else in ഇന്നലെ the boat. പ്രാർത്ഥിച്ചതുപോലെ അല്ല നീ ഇന്ന് രാത്രി ഇറങ്ങാൻ പോകുന്നത്. yesterday like how you prayed is not the way that you prayed ഇന്നലെ today. സ്തോത്രം പറഞ്ഞപ്പോ പിശാച് ചിരിച്ചു കാണിച്ചില്ലേ? yesterday when you said prayers, Satan was ഇന്നലെ mocking. ഉപവസിച്ചപ്പോ നിന്റെ ഉപവാസം കൊള്ളത്തിലെന്ന് പിശാച് പറഞ്ഞില്ലേ? yesterday when you were fasting, the Satan പക്ഷെ was ഇന്ന് mocking രാത്രി you. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, but let me tell you in the spirit ഇന്ന് today, രാത്രി നീ പറയുന്ന സ്തോത്രത്തിന് പ്രത്യേകതയുണ്ട്. when you say praise God, there ഇന്ന് is a രാത്രി നീ difference. സ്തുതിക്കുന്ന സ്തോത്രത്തിന് when you വ്യത്യാസമുണ്ട്. pray, praise God, there is a difference tonight. ഇന്ന് രാത്രി ഇതിനകത്തൊരു ഘനം വ്യാപരിക്കുന്നുണ്ട്. oh, because there is a power of God that is moving with your words. ആരാധിക്കുന്ന രാത്രി കരമടിച്ച് ദൈവത്തിന് മഹത്വം Clap your കൊടുക്കുക. hands and worship the Lord. സുതബല ഘടബല ഹദല ഘടകഥന അടകതിനി ബിരിബി ഘടകഥന. യേശുവിന്റെ നാമത്തിൽ പ്രകൃതി പോലും അറിയത്തക്കവണ്ണം, പ്രകൃതി പോലും മനസ്സിലാക്കത്തക്കവണ്ണം, നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷം മാറത്തക്കവണ്ണം, നിന്റെ ശരീരത്തിന്റെ മേൽ, നിന്റെ അധികാരത്തിന്റെ മേൽ ഒരു മാറ്റം സംഭവിക്കട്ടെ. There is a change that is happening in your life, in your family, across every area of your life. യേശു കടയിൽ
അമ്മേൻ സ്വതന്ത്രം കരയിൽ നിന്ന് നീക്കാൻ പറഞ്ഞില്ലേ ശീമോനോട്? Oh, when Jesus said, "Move your boats into the deep." എത്ര നേരം സംസാരിച്ചെന്ന് അറിയത്തില്ല. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ We're going to close here. We do not know how long Jesus spoke. എത്ര നേരം സംസാരിച്ചെന്ന് അറിയത്തില്ല. We do not know how long Jesus പക്ഷെ spoke. ഒരു കാര്യം ഉറപ്പാ, But one thing is sure. പടകിൽ നിന്ന് നീക്കിയ കരയിൽ നിന്ന് നീക്കിയ ആ പടകിൽ യേശു എത്ര മിനിറ്റ് വെള്ളത്തിലിരുന്നോ? However, how much time we do not know, ഇത് but എന്റെ whatever conviction time കേട്ടോ, ഇത് എന്റെ that Jesus ബോധ്യമാണ്. was there on the boat. എന്നോട് ഇടപെട്ട ദൂതാ കേട്ടോ. It is a word that God spoke to me. കരയിൽ നിന്ന് പടക് ദൂരെ നിൽക്കുക. Oh, the boat is at the shore. ആ പടകിൽ ആരുണ്ട്? Who is in the boat? യേശു ഉണ്ട്. Jesus is there. യേശു അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? What is Jesus doing? വാചനം He പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. is speaking to the multitude the words of God. ആമേൻ പറഞ്ഞൊരു ദൂത് സ്വീകരിക്കാവോ? Can you receive this word? ഈ വചനം പത്രോസ് കേട്ടുകൊണ്ടിരിക്കുമ്പോ But while Peter was receiving this word, പത്രോസ് എവിടാണോ വല വീശേണ്ടത്, wherever Peter has to put his nets, ഈ മീൻ കൂട്ടം അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. and there is a flow of fishes at the same time. കേട്ടോണ്ടിരുന്നപ്പോ പത്രോസെ നീ മനസ്സിലാക്കിയോ? Oh, while you were hearing the word, Peter, did you know? കേട്ടോണ്ടിരുന്നപ്പോ ആരെങ്കിലും മനസ്സിലാക്കിയോ മീൻ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന്? Anyone know that the fishes were swimming to the spot? അവിടുത്തെ പെരുത്ത മീൻകൂട്ടത്തിന്റെ സോഴ്സ് മനസ്സിലാക്കാതെ പത്രോസ് എന്നാ പറഞ്ഞേ, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു. If you want to understand the source, Peter is saying his testimony that yesterday we ഇത് shipped. പറയുമ്പോൾ ആഴത്തിൽ ആര് കിടപ്പുണ്ട്? Oh, at the same time in the deep, what was there? ഇത് ഞങ്ങൾ അധ്വാനിച്ചു ഞങ്ങൾ ശൂന്യതയാണെന്ന് പറയുമ്പോൾ ആഴത്തിൽ മീൻകൂട്ടം കിടപ്പുണ്ട്. Oh, while Peter was talking about his emptiness, what ഇന്ന് was in രാത്രി the നീ deep? ഇവിടെ ഇരുന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ, While you are listening to the word of God, ഇന്ന് രാത്രി നീ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോ, while you are fasting and praying here, നിന്റെ കണ്ണുകൊണ്ട് നീ ഒന്നും you might കാണുന്നില്ലായിരിക്കും, not be able to see anything with your നിന്റെ naked ചെവി കൊണ്ട് eyes. നീ ഒന്നും കേൾക്കുന്നില്ലായിരിക്കും. Be able to hear anything പക്ഷെ from you. വിശ്വാസ കണ്ണുകൊണ്ട് കാണുന്ന But രാത്രി with the eyes of faith you ചില can see. വിടുതലുകൾ നിന്റെ വലയ്ക്കകത്തേക്ക് ഒഴുകി Oh, there വന്നുകൊണ്ടിരിക്കുക are ഇന്ന് some രാത്രി. miracles that are flowing into your net. നീ അടുത്ത ദിവസങ്ങളിൽ ചെന്ന് മുട്ടുന്നതിലെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാ. Some doors that you're going to go to. നീ വീശുന്ന will be ഇടത്ത് open നിനക്ക് for you. വേണ്ടി ചില പെരുത്ത മീൻകൂട്ടങ്ങൾ വെളിപ്പെടാൻ പോകുകയാ. There is a group of fishes that are going to come into your nets. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. റാബാന ശകദഗഡഗദന രഗദൽ ഖനഗഡഗദന രഗജനഗഡഗദന രഗജഗഡഗദന. ഇന്ന് രാത്രി ഒരു വലിയ ദൈവിക സാന്നിധ്യം ഇതിനകത്ത് പകരപ്പെടട്ടെ. Oh, let the presence of God come and fill this place. ശാൽബാന ഹഠന രഗദഗഡഗദന. ഭയങ്കര വെളിപ്പാട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ പകരുക. Oh, the Holy Spirit is pouring His revelations here. ശിമോനെ നിന്റെ പടകിൽ യേശു കാല് വെച്ചപ്പോ തന്നെ, The moment Simon, when Jesus put his feet into your boat. ഇന്നലെ രാത്രി മുഴുവൻ നിന്നെ വട്ടം കറക്കിയ വിഷയം പരിഹരിക്കപ്പെട്ടു. Oh, the problem that was troubling you all through the last night is getting solved now. യേശു കാല് വെച്ച സെക്കൻഡിൽ, The second that Jesus stepped into the boat. ഇന്നലെ രാത്രി നിന്റെ മുഖം വാടിപ്പിച്ച വിഷയം പരിഹരിക്കപ്പെട്ടു. Oh, the trouble that was putting you down yesterday is getting solved now. കണ്ണുകളടയ്ക്ക് പ്രാർത്ഥിക്കുക, Every eyes closed, pray. പ്രാർത്ഥിക്കുക. Everybody pray. ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടാൻ പോകും. Oh, there is a great work of God that will be revealed tonight. സമർപ്പിക്കുന്ന എഴുന്നേറ്റ് നിന്നാട്ട് ദൈവസന്നിധിയിൽ. Oh, those who are ready for it, can you stand up to your ഈ feet? വചനത്തിന് മുന്നിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന എഴുന്നേറ്റ് നിന്നാട്ട്. Can you submit yourself unto the word of God? പ്രാർത്ഥിച്ചേ. Pray. ചിലത് ഇന്ന് രാത്രി നിറയട്ടെ. Let your boats be full today. പലരുടെയും പടക് നിറയുന്നത് നീ കണ്ടുകൊണ്ടിരിക്കേണ്ട വരത്തില്ല. Oh, you will not be the onlookers of other boats getting filled. നിന്റെ പടകിനെയും ഈ കർത്താവ് നിറയ്ക്കും. Even your boat, God is ready to fill. നിന്റെ ശൂന്യതയും ഈ കർത്താവ് മാറ്റും. Oh, He will remove all your emptiness.